എഴുന്നേറ്റും യേശു താൻ തന്നെ ക്രൂശ് ചുമന്നുകൊണ്ട് പോകുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആ ക്രൂശിന്റെ അറ്റത്ത് തൊടുവാൻ കുറേനക്കാരന് ദൈവം ഭാഗ്യം കൊടുത്തു. എങ്ങനെയാണ് കുറേനക്കാരന് ആ ഭാഗ്യം ലഭിച്ചത്? യേശു വീണും എഴുന്നേറ്റും മുമ്പോട്ട് പോകുമ്പോൾ അവർക്ക് മനസ്സിലായി ശബത്ത് തുടങ്ങാൻ ഇനിയും അധികം സമയമില്ല. സമയത്തിന് മുമ്പ് യേശുവിനെ ക്രൂശിക്കണം. അവർ നോക്കിയപ്പോൾ യേശുവിനെ കൊണ്ട് ഇത് നടക്കുമോ എന്ന് തോന്നുന്നില്ല. കാരണം വീണും എഴുന്നേറ്റും യേശു കിടക്കുകയാണ്, വഴിയിൽ പോകുകയാണ്. ആ ക്രൂശിൽ രക്തവും മാംസകഷ്ണങ്ങളും പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. യഹൂദന്മാരാരും ആ ക്രൂശെ തൊടില്ല. അവർക്ക് ക്രൂശ് ശാപമാണ്. അവർക്ക് ക്രൂശെ തൊടാൻ ഇഷ്ടമല്ല. പ്രൈസ് ദി ലോർഡ്. പടയാളികൾ നോക്കിയപ്പോ പുരോഹിതന്മാരോ യഹൂദന്മാരോ ആരും ക്രൂശെ തൊടുകയോ സഹായിക്കുകയില്ല. വഴിയാത്രയിൽ ആരെങ്കിലും ഒരാൾ ഈ ക്രൂശ് എടുക്കാൻ ഉണ്ടാകണമെന്ന് അവർ നോക്കുമ്പോൾ വയലിൽ നിന്ന് കയറി വരുന്ന ഒരു ആഫ്രിക്കക്കാരൻ, അദ്ദേഹത്തിന്റെ പേര് കുറേനക്കാരനായ ശീമോൻ. മർക്കോസ് പരിചയപ്പെടുത്തുന്നത് അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും പിതാവായ ശിമയോൻ. പ്രൈസ് ദി ലോർഡ്. അവൻ ഈ വഴിയാത്രയിൽ നിൽക്കുക, വഴിയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പം ഈ സംഭവം കണ്ടോണ്ട് നിൽക്കുക. പടയാളികൾ അവനെ, ഞാൻ ചിന്തിക്കുന്നു, പേടിപ്പിച്ച് എടുക്കി ക്രൂശ് എന്ന് പറഞ്ഞു. ക്രൂശ് എടുത്ത് ശീമോന്റെ കയ്യിലേക്ക് കൊടുത്തു. ദേവദാസന്മാരെ, ഞാനത് കാണുകയാണ്. ശീമോൻ ആ ക്രൂശ് എടുത്ത് പിടിക്കുമ്പോൾ ആ ക്രൂശിലുണ്ടായിരുന്ന യേശുവിന്റെ രക്തവും ആ ക്രൂശിൽ പറ്റിപ്പിടിച്ചിരുന്ന യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ, തൊലിയും മാംസകഷ്ണവും ശീമോൻ കൈകൊണ്ട് തൊടുകയാണ്. എന്താ സംഭവിച്ചെന്നറിയാമോ? നോഹിയുടെ കാലം തൊട്ട് ശാപം ചുമന്നു കിടന്ന ഒരു തലമുറയിലെ ആളായിരുന്നു ശീമോൻ. എന്നാൽ ആ നിമിഷത്തിൽ ഞാൻ വിശ്വസിക്കുന്നു 10,000 വർഷത്തെ ശാപം ഒറ്റ നിമിഷം കൊണ്ട് പൊട്ടിമാറി. ഈ രാത്രിയിൽ ഈ ഗ്രൗണ്ടിൽ ഇരുന്ന് നമ്മൾ വിടുതൽ ഏറ്റെടുക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? വിശ്വാസത്താൽ ഒരാൾ പിടിക്കാൻ റെഡിയായാൽ ഇന്ന് രാത്രി സൗഖ്യം നടക്കും. പക്ഷെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ശീമോൻ വിശ്വാസത്താലല്ല, അക്ഷരാർത്ഥത്തിൽ ആ രക്തത്തിൽ തൊട്ട് അവൻ സൗഖ്യം പ്രാപിച്ചു. നിങ്ങൾക്കറിയാമോ, ഗബദയിലും യെരൂശലേമിന്റെ തെരുവീതിയിലും ആ രക്തം ഒഴുകിയപ്പോൾ പലരും ആ രക്തത്തിലൂടെ ചവിട്ടി നടന്നു. പലരും ആ രക്തത്തിലൂടെ മറികടന്നു പോയി. അവർക്കാർക്കും ഒരു വിടുതലും അവിടെ കിട്ടിയില്ല, ഒന്നും തോന്നിയില്ല. എന്നാൽ 14,000 കിലോമീറ്റർ ഇപ്പുറത്ത് ദണ്ഡത് അനുവച്ചപുരത്ത് ഇന്ന് രാത്രിയിലും ആത്മാവിൽ അതിനെ തൊടാൻ റെഡിയാണെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ ശാപം മാറും. നിന്റെ ഭവനത്തിനകത്ത് വിടുതൽ വെളിപ്പെടും. 10,000 വർഷത്തെ ശാപം പേറിയ ശീമോന്റെ കുടുംബത്തിനകത്ത് കിടന്ന ശാപത്തിന്റെ അടിവേര് പിടുതെങ്കിൽ ഈ രാത്രിയിൽ, രണ്ടാമത്തെ രാത്രിയിൽ വചനം കേൾക്കുന്ന കുടുംബമേ, ശാപത്തിന്റെ കീഴിലാണ് നിങ്ങളെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ആ രക്തത്തിന്റെ ശക്തി ഈ ഗ്രൗണ്ടിനകത്ത് ചലിക്കട്ടെ, വീടുകളെ തൊടട്ടെ. വിശ്വസിക്കുന്നവർ കരമടിച്ച് ആമേൻ പറഞ്ഞാട്ടെ.